അങ്ങനെ ഡിപ്ലോമ ചെയ്യാമെന്ന് തീരുമാനിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളുടെ രണ്ടാളുടെയും പ്ലാൻ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തണം. അതിനുള്ള തിരച്ചിലായി കുറേ കാലം. എന്നിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടി. ഞാൻ പഠിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും താത്തി പറയില്ല. ഞാൻ ചൂസ് ചെയ്തത് പൂനെ പോയി പഠിക്കാനായിരുന്നു. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് കുറേ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ കുറേ എന്താ പറയുക, അവർക്ക് കുറേ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ കുറേ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സോ ഞാനും എൻ്റെ ഫ്രണ്ട് ചൂസ് ചെയ്തത് മഹാരാഷ്ട്രയിലെ പൂനെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. ഏതായാലും ഡിപ്ലോമ ഇൻ ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ 1.5 ഇയർ ഏകദേശം ഒരു വർഷം 1.5 വർഷത്തിൻ്റെ ഇടയിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അത് കൊറോണ ടൈമിലായിരുന്നു. 2020 സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് 2021 ഒക്ടോബറിൽ ഞാൻ പഠിച്ചിറങ്ങി. ഞാനും എൻ്റെ ഫ്രണ്ട് പഠിച്ചിറങ്ങി. ആൻഡ് ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് 2021 ഒക്ടോബറിൽ ഞാൻ പഠിച്ചിറങ്ങി. ആൻഡ് 2021 നവംബറിൽ ഞാൻ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പ്ലേസ്ഡ് ആയി. ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എയർലൈനിൽ ഞാൻ പ്ലേസ്ഡ് ആയി. കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ. സോ ഞാൻ ഏതായാലും എൻ്റെ 21 വയസ്സിൽ ഞാൻ പ്ലേസ്ഡ് ആയി. പക്ഷേ ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ് ഞാൻ അതിൽ നിന്ന് റിസൈൻ ആക്കി. ആൻഡ് ഏകദേശം ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 2 ഇയേഴ്സിൻ്റെ അടുത്ത് ഞാൻ ഗ്യാപ്പിട്ടു. ഏവിയേഷനിൽ നിന്ന് ഞാൻ ഗ്യാപ്പിട്ടു. എന്നിട്ട് 2023 മാർച്ച് 30 ഇവിടെ ബാംഗ്ലൂർ വെച്ച് അക്കാസ എയർലൈൻസിൻ്റെ ഒരു ഇൻ്റർവ്യൂ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു എയർലൈൻസിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു.